magnetic field due to current element Biot-Savart law. നമുക്കറിയാം ഒരു കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോയാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോ ആണ് ബയോട്ട്-സാവർട്ട് ലോ. അപ്പോൾ ബയോട്ട്-സാവർട്ട് പ്രത്യേകത നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ട്രെങ്ത് കാണാൻ പറ്റും, അതിന് മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റും. എന്തിന്റെ മാഗ്നിറ്റ്യൂഡ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് അതും കാണാൻ പറ്റും, നമുക്ക് ഡയറക്ഷനും കാണാൻ പറ്റും. അപ്പോൾ ഡയറക്ഷൻ കാണാനും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കാണാനും ഉപയോഗിക്കുന്ന ലോ ആണ് ബയോട്ട്-സാവർട്ട് ലോ. അപ്പോൾ ആ ലോ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു കറണ്ട് ഏരിയയും കണ്ടക്ടർ എടുക്കുകയാണ്. ഒരു കറണ്ട് ഏരിയയും കണ്ടക്ടർ വരച്ചു. ഇതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ആ കറണ്ട് ഐ ആയിട്ടാണ് എടുത്തത്. ഇവിടെ ഒരു ചെറിയ എലമെന്റ് എടുക്കുകയാണ്. ആ എലമെന്റ് ഞാൻ ചെറിയ പോർഷൻ ഷെയ്ഡ് ചെയ്യാണ്. ആ എലമെന്റ് ലെങ്ത് ഡി എൽ ആണ്. ഒരു പുതിയ ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ പറയുന്ന പേരാണ് ഐ ഡി എൽ, കറണ്ട് എലമെന്റ് എന്നാണ് പറയുന്നത്. കറണ്ട് എലമെന്റ് എന്ന് പറയുന്നത് ഈ കറണ്ടിനെ ഈ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടേമാണ്. അതിന്റെ പേരാണ് കറണ്ട് എലമെന്റ്. ഈ കറണ്ട് എലമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കറണ്ട് സ്കേലാർ ആണ്. ഇവിടെ ലെങ്ത് നമ്മൾ സ്കേലാർ ആകാം, ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ വെക്ടർ ആകാം. അപ്പോൾ ഐഡിയൽ എന്ന് പറയുന്നത് ഇവിടെ എടുക്കുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് എലമെന്റ് കൊണ്ട് ഈ പോയിന്റിൽ ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, പി എന്ന പോയിന്റ് എടുക്കുകയാണ്. നമ്മൾ ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്ന പോയിന്റാണ് പി. ഈ പോയിന്റിലേക്ക് നമ്മൾ റേഡിയസ് വെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ റേഡിയസ് വെക്ടറാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ റേഡിയസ് വെക്ടർ ഇപ്പം നമുക്ക് ആർ എന്ന് പേര് കൊടുക്കാം. റേഡിയസ് വെക്ടറിന് എന്ത് പേര് കൊടുത്തു? ആർ എന്ന് പേര് കൊടുത്തു. ഈ റേഡിയസ് വെക്ടർ കറണ്ട് എലമെന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വലിയ ലെങ്ത്തുള്ള കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്, അതിൽ നിന്നുള്ള കറണ്ട് കടന്നു പോകുന്നുണ്ട്. വളരെ അകലെ കണ്ടക്ടറിന്റെ ഒരു കറണ്ട് എലമെന്റ് ഞാനോട് എടുത്തു. ആ കറണ്ട് എലമെന്റ് ഐഡിയലാണ്. ആ കറണ്ട് എലമെന്റിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലുള്ള ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ്. അതിന്റെ വാല്യൂ നമുക്ക് ഡി ബി എന്ന് എഴുതാം. ഡി ബി എന്ന് എഴുതാൻ കാരണം ഈ കറണ്ട് എലമെന്റ് ചെറിയൊരു ടേമാണ്, വളരെ ചെറിയൊരു വാല്യൂ ഉള്ള, ചെറിയ ലെങ്ത് കുറഞ്ഞത്. ഡി എൽ എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ സ്മോൾ വാല്യൂ ആണ്. അത് അപ്രോക്സിമേറ്റ്ലി സീറോന്റെ അടുത്തുള്ള ലെങ്ത് ആണ്. അതിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വളരെ ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ കറണ്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ സ്മോൾ വാല്യൂ ആണ്. ആ സ്മോൾ വാല്യൂ കൊണ്ട്, കറണ്ട് എലമെന്റ് കൊണ്ട് ഈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രെങ്ത് കുറവുള്ളതാണ്. ആ സ്ട്രെങ്ത് കുറവുള്ളതുകൊണ്ട് നമ്മൾ ഡി ബി എന്ന് എഴുതും. അതിന്റെ വാല്യൂ വളരെ ചെറുതാണ്, നെഗ്ലിജിബിൾ സ്മോൾ വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഡി ബി എന്ന് എഴുതി. ആ ഡി ബി എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു കറണ്ട് ആണ്. അതായത് ഈ കറണ്ട് ഇതിലൂടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഐന്റെ വാല്യൂ കൂടുന്നു. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. മറ്റൊന്ന് ഡി ബി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് നമ്മൾ എടുക്കുന്ന ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡി ബി പ്രൊപ്പോർഷൻ ടു ഐഡിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റും ഐഡിയൽ എന്ന് പറയാം. ഡി ബി പ്രൊപ്പോർഷൻ ടു ഐഡിയൽ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനാണ് കറണ്ട് എലമെന്റ് എന്ന് പറയാം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ്, ഇവിടുത്തെ ഒരു പോയിന്റ് ആണ്, ഈസ് പ്രൊപ്പോർഷൻ ടു സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്, പ്രൊപ്പോർഷൻ ടു ലെങ്ത് ഓഫ് എലമെന്റ്. അടുത്തത് ഈ ഡി ബി പ്രൊപ്പോർഷൻ ടു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്താ നോക്കുക? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കറണ്ട് എലമെന്റും റേഡിയസ് വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അതിന്റെ സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് വെക്ടറും കറണ്ട് എലമെന്റും. റേഡിയസ് വെക്ടർ എവിടെ നിന്ന് വരയ്ക്കുന്നത്? ഈ എലമെന്റിൽ നിന്നും മിഡ് പോയിന്റിൽ നിന്നും പോയിന്റ് പിയിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് വെക്ടറും കറണ്ട് എലമെന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അതിന്റെ സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷനാണ്. അടുത്തത് ഡി ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു 1/r² ആണ്. r² എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇതിന് നമ്മൾ എല്ലായിട്ടും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ? ഡി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ്. ഇതിപ്പോൾ പോയിന്റ് പി ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, എവിടെ വേണമെങ്കിൽ എടുക്കാം. അറ്റ് എനി പോയിന്റ്, എവിടെയുള്ള പോയിന്റിലും ആയിക്കോട്ടെ. അത് പ്രൊപ്പോർഷൻ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രൊപ്പോർഷനാണ്. ഇങ്ങനെ എഴുതാം. എന്താണ്? ഒന്ന് കറണ്ടിന്, മറ്റൊന്നെന്താണ്? എലമെന്റിന്, കറണ്ട് എലമെന്റ് ഡി എല്ലിന്, ലെങ്ത്തിന്. ഇത് ഒരുമിച്ച് പറയുമ്പോൾ കറണ്ട് എലമെന്റ്. മറ്റെന്തിന് പ്രൊപ്പോർഷനാണ്? സൈൻ തീറ്റ. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു r².
ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റന്റ് ഇടാം. ഡി ബി ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ഇടുന്നു. അത് μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r² എന്ന് കിട്ടും. ഈ ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയാർഡ് സാവർട്ട് ലോ എന്ന് പറയുന്നത്. ഇപ്പം ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ വെക്ടർ ഫോമിൽ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ വാല്യൂ പ്രധാനപ്പെട്ട വാല്യൂ ആണ്. അത് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഇത് വളരെയധികം ഡെറിവേഷൻസ് നമ്മൾ തുറന്നു വരുന്ന പല ഡെറിവേഷൻസിലും ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്. ഡി ബി ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r². ഐ എന്ന് പറയുന്നത് കറണ്ടാണ്, ഡി എൽ എന്ന് പറയുന്നത് എലമെന്റ് ആണ്, സൈൻ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഈ എലമെന്റിൽ നിന്നും പോയിന്റ് പിയിലേക്ക് വരയ്ക്കുന്ന ഒരു റേഡിയസ് വെക്ടറും ഡി എല്ലും അല്ലെങ്കിൽ ഐഡിയലും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ആൻഡ് എലമെന്റ്. ഇത് വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇനി ഇതിൻ്റെ ഒരു വെക്ടർ ഫോമിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും. വെക്ടർ നൊട്ടേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനൊരു വെക്ടർ ചിഹ്നം കൊടുക്കും. ഡി ബി കിട്ടും μ0/4π ഇൻറ്റു ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ ബൈ r³. നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫോമാണ് കൂടുതൽ ആവശ്യം വരുന്നത്. ഈ വെക്ടർ ഫോം ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുള്ളൂ. എന്നാലും ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ വെക്ടർ ഫോം നമ്മൾ എഴുതാൻ നിർബന്ധിതരാണ്. അതുകൊണ്ട് ഇതും പഠിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. The magnetic field at any point due to an element of current carrying conductor is directly proportional to strength of the current. അപ്പോൾ നമുക്ക് ആ മാക്സ് ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ r² ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഡി ബി എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്, ഒരു കറണ്ട് കാരിങ് എലമെന്റ് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്. അതായത് ഡി ബി എന്ന് പറയുന്നത് ഐക്ക് പ്രൊപ്പോർഷനാണ്. കാരണം മേലെ കിടക്കുന്നതാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡി ബിക്ക് പ്രൊപ്പോർഷനായിട്ട് വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അതിന് നേരെ കിടക്കുന്ന എല്ലാ ടേമുകളും പ്രൊപ്പോർഷനാണ്. അതിൻ്റെ അർത്ഥം കറണ്ട് കൂടിയാൽ ഇവിടെ ഡി ബി കൂടും, ഡി എൽ കൂടിക്കഴിഞ്ഞാൽ ഡി ബി കൂടും, സൈൻ തീറ്റയുടെ വാല്യൂ കൂടിയാലും ഡി ബി കൂടും. അപ്പോൾ ഈ ടേമിനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി നോക്കി നോക്കിയേ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ഓഫ് എലമെന്റ്, ഇതിന് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഡി ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ കറണ്ടിന് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു, ലെങ്ത്തിന് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു. ഇനി സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷൻ ആണ്. ഈ സൈൻ തീറ്റ എന്താ നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു കണ്ടക്ടർ വരച്ചു. ഇതാണ് എലമെന്റ്. ഈ എലമെന്റിനെ നമ്മൾ ഐഡിയൽ എന്ന് പറയും. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് പി ആണ്. അങ്ങോട്ട് ഡിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നത് ഈ എലമെന്റിന്റെ മിഡ് പോയിന്റിൽ നിന്നും പിയിലേക്കാണ് വരയ്ക്കുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നത്, തീറ്റ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കറണ്ട് കയറിയ എലമെന്റിന്റെ മിഡ് പോയിന്റിൽ നിന്നും പി എന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് വെക്ടറും ഐഡിയൽ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ റേഡിയസ് വെക്ടറും ഐഡിയലും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. റേഡിയസ് വെക്ടറും ഐഡിയലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. പക്ഷേ നമ്മൾ ഈ റേഡിയസ് വെക്ടർ വരയ്ക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് കണ്ടീഷൻസ്? ഈ എലമെന്റിന്റെ മിഡ് പോയിന്റിൽ നിന്നും പോയിന്റ് പിയിലേക്ക് വരയ്ക്കുന്ന റേഡിയസും ഐഡിയലും തമ്മിലുണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ. അതാണ് ഇങ്ങനെ പറയുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ. എവിടെ ആരൊക്കെ തമ്മിലാണ്? എലമെന്റ് എന്ന് പറയുന്നത് ഐഡിയൽ, ആൻഡ് ദ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്. എവിടെ ഈ ലൈൻ എങ്ങനെയായിരിക്കും?
ഈ ഇതിൻ്റെ എലമെൻറ്റിൻ്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യണം. ടു ദി മിഡ് പോയിന്റ് ഓഫ് ദി എലമെന്റ് ടു ദ പോയിന്റ്. ആ മിഡ് പോയിന്റിൽ നിന്നും പോയിന്റ് പി വരെ വരയ്ക്കുന്ന റേഡിയസും ഐഡിയലും നമ്മളുടെ ആംഗിളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു സൈൻ ഓഫ് ദി ആംഗിൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്തപ്പോൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുന്നത്, ഈ എലമെന്റിന്റെ മിഡ് പോയിന്റിൽ നിന്നും പോയിന്റ് പിയിലേക്ക് വരയ്ക്കുന്ന ലൈനിന്റെ റേഡിയസ് ഉണ്ടല്ലോ, ആ റേഡിയസും ആ റേഡിയസ് വെക്ടറും ഐഡിയൽ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അടുത്തത് നമുക്ക് എന്താ നോക്കാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസിന് സ്ക്വയറിനനുസരിച്ചാണ് ഡി ബി നിൽക്കുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, അതായത് റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഡി ബിയുടെ വാല്യൂ കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ബയോട്ട്-സാവർട്ട് ലോ ആൻഡ് കൂളംസ് ലോ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ലോ ആണ് ഒന്ന് കൂളംസ് ലോ. മറ്റു ലോ ആണ് ബയോട്ട്-സാവർട്ട് ലോ. ഈ രണ്ട് ലോകൾ തമ്മിലുള്ള സിമിലാരിറ്റികളാണ് ഇവിടെ പറയുന്നത്. കൂളംസ് ലോ എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഈക്വൽ ടു 1/4πe0 q1 q2/r² ആണ്. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഇതാണ്. അതേസമയത്ത് ബയോട്ട്-സാവർട്ട് ലോ എന്ന് പറയുന്നത് എന്താ, ഡി ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് എന്ന് പറയുന്നത് μ0/4π എന്ന് പറയുന്നത് μ0/4π ഇൻറ്റു ഐഡിയൽ സൈൻ θ/r² ആണ്. അപ്പം ഈ രണ്ട് ലോയും സ്ക്വയർ r² എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി ആയിട്ട് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ടേം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോയ്ക്കും, അതായത് നമ്മൾ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ എന്താണ്, ഫോഴ്സ് ആക്ടിങ് ആണ്, യൂണിറ്റ് ചാർജ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫോഴ്സ് ആണ് എഴുതിയെങ്കിൽ ഇത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എഴുതാൻ പറ്റും, ഈ കിട്ടും 1/4πe0 q1/r² എന്ന് എഴുതാം. അതായത് നമ്മൾ Q2 ചാർജിന്റെ മേലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് ഈ കിട്ടും Q1 കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ്. രണ്ട് ടൈമിൽ എന്ത് വരുന്നുണ്ട്, r² എന്ന ടൈം വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും ബയോട്ട്-സാവർട്ട് ലോയും കൂളംസ് ലോയും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുമെന്ന് പറയും. ഇനി ബോത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് Q1 ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു Q2 ചാർജ് ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 ആണെങ്കിൽ ഇവിടുത്തെ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 + E2 ആണ്. ആ രണ്ട് ഫീൽഡിൻ്റെയും വെക്ടർ സമ്മ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഫസ്റ്റ് ഐഡിയൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് dB1 ആണെന്ന് വിചാരിക്കുക. വേറൊരു ഐഡിയൽ എലമെന്റ് എടുത്തു, ഇത് I1 എന്ന് കൊടുക്കുക, ഇത് I2 എന്ന് കൊടുക്കുക. അതുണ്ടാക്കുന്ന dB2 ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് dB എന്ന് പറയുന്നത് എന്തായിരിക്കും, dB1-ൻ്റെയും dB2-ൻ്റെയും വെക്ടർ സമ്മാണ്. അപ്പോൾ ഇതിൻ്റെ വെക്ടർ സമ്മ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ ഫീൽഡ് കിട്ടും. അങ്ങനെ വെക്ടർ സമ്മ് കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് കിട്ടുന്ന നിയമമാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഈ ബയോട്ട്-സാവർട്ട് ലോയും കൂളംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സിമിലാരിറ്റികളാണുള്ളത്. ഒന്ന് ഇൻവേഴ്സ് സ്ക്വയർ ലോയിലാണ് ഈ ബയോട്ട്-സാവർട്ട് ലോയും കൂളംസ് ലോയും കിടക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് കിടക്കുന്ന അതേ ഫോമിലാണ്. മറ്റൊന്ന് രണ്ടും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. നമുക്കടുത്തത് ഡിസിമിലാരിറ്റികൾ നോക്കാം, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. നമുക്ക് ഈ രണ്ട് ലോകൾ തമ്മിൽ, കൂളംസ് ലോയും ബയോട്ട്-സാവർട്ട് ലോയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്ന് നോക്കാം. സോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് സ്കേലാർ. അതായത് നമുക്കറിയാൻ പറ്റും, ഇവിടെ കൂളംസ് ലോയിൽ ചാർജുകളാണുള്ളത്, Q1 Q2 ചാർജുകളാണ് നമ്മൾ എടുക്കുന്നത്. ഈ Q1 ചാർജ് എന്ന് പറയുന്നത് സ്കേലാറാണ്, Q2 ചാർജ് എന്ന് പറയുന്നത് സ്കേലാറാണ്. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ഐഡിയൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, അത് വെക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഇതിന്റെ സോഴ്സ്, അതായത് കൂളംസ് ലോന് കാരണമായിട്ടുള്ള ചാർജുകൾ എന്ന് പറയുന്നത് സ്കേലാറാണ്. പക്ഷെ ഈ മാഗ്നറ്റിക് ഫോഴ്സിന് കാരണമായിട്ടുള്ള മാഗ്നറ്റിക് എലമെന്റ് എന്ന് പറയുന്നത് വെക്ടറാണ്. അടുത്തത് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എലോങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അതായത് ഇപ്പം നമ്മളൊരു Q ചാർജ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അവിടെ നമ്മൾ റേഡിയസ് വെക്ടർ വരയ്ക്കുന്നുണ്ട്. ഈ റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ്
നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൂളംബ് വയ്ക്കുകയാണെങ്കിൽ ആ 1 കൂളമ്പിൻ്റെ മേലെ ഒന്ന് ഫോഴ്സ് ഇത് പ്ലസ് ചാർജ് ആണ്, ഇത് പ്ലസ് ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ മേലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റേഡിയസിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ എങ്ങനെയാണ്? ദ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ കണ്ടെയ്നിങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് കറണ്ട് എലമെന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പൊ നമ്മളിങ്ങനെ ചിത്രം വരച്ച് ഇവിടെ എലമെന്റ് എടുത്തു, ആ എലമെന്റിന് പേര് കൊടുത്തു, ഐഡിയൽ എന്ന് പേര് കൊടുത്തു, നമ്മളിന്ന് റേഡിയസ് വരച്ചു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു dB ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ dB എന്ന് പറയുന്നത് ഈ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും dBയുടെ ഡയറക്ഷൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐഡിയൽ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് വൈ ഡയറക്ഷൻ ആണെങ്കിൽ dBയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് സെഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഐഡിയലിനും റേഡിയസിനും പെർപെൻഡിക്കുലർ ആയിരിക്കും dBയുടെ ഡയറക്ഷൻ. അതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. dBയുടെ ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ കണ്ടെയ്നിങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് കറണ്ട് എലമെന്റ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും കറണ്ട് എലമെന്റും പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനിലായിരിക്കും dB എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ ഡിഫറൻസ് നോക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ. നമുക്കറിയാൻ പറ്റും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F=1/4πE0 Q1 Q2/r² ആണ് നമുക്കറിയാൻ പറ്റും. ഇതിനുള്ളിൽ ആംഗിൾ ഒന്നുമില്ല നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പോൾ തന്നെ എന്തുണ്ട്? അവിടെ ആംഗിൾ ഉണ്ട്. ഐഡിയൽ sin θ/r² എന്നാണല്ലോ. അപ്പോൾ തീറ്റ ഇതിനുള്ളിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ബയോട്സ് ഔട്ട്ലോ ആംഗിൾ ഡിപ്പെൻഡന്റ് ആണ്, പക്ഷേ കൂളംസിലോ എന്ന് പറയുന്നത് ആംഗിൾ ഇൻഡിപെൻഡന്റ് ആണ്. ആംഗിളായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പക്ഷെ ഇവിടെ ബന്ധമുണ്ട്.